വളരെ കോമൺ ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഒന്ന് ബ്രഷപ്പ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ നിങ്ങളോട് ചോദ്യങ്ങളായിട്ട് ചോദിക്കുകയാണ്. റെഡിയാണല്ലോ? ഓക്കെ, നമ്മൾ കഫിൽ നിന്ന് തുടങ്ങാം. കഫിന്റെ കുറെ കണ്ടീഷൻസ് ഒന്ന് പറയാം. പറയൂ, കഫ് ഓൺ ഇൻസ്പിരേഷൻ ഏതൊക്കെയാണ് മെഡിസിൻസ്? വേഗം വേഗം പറഞ്ഞാൽ വേഗം നമുക്ക് കുറച്ച് കൂടുതൽ പറഞ്ഞു തീർക്കാം. കഫ് ഓൺ ഇൻസ്പിരേഷൻ, ഓൺ എക്സ്പിരേഷൻ ആണ്. അക്കണൈറ്റ് കഫ് ഓൺ എക്സ്പിരേഷൻ ആണ്. അക്കണൈറ്റ് കോസ്റ്റിക്കം എക്സ്പിരേഷൻ. സ്പോഞ്ചിയ. അടുത്തത് സ്പോഞ്ചിയ. നമ്മുടെ ഏറ്റവും കോമൺ മെഡിസിൻ സ്പോഞ്ചിയ ബ്രോമിയം. സ്പോഞ്ചിയ ബ്രോമിയം ഇൻസ്പിരേഷൻ, SBI എന്ന് ഓർക്കുക. SBI, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. സ്പോഞ്ചിയ ബ്രോമിയം ഇൻസ്പിരേഷൻ, അക്കണൈറ്റ് കോസ്റ്റിക്കം എക്സ്പിരേഷൻ, ACE, അക്കണൈറ്റ് കോസ്റ്റിക്കം എക്സ്പിരേഷൻ. ഞാൻ പറഞ്ഞത് കേട്ടിരുന്നോ? അക്കണൈറ്റ് കോസ്റ്റിക്കം എക്സ്പിരേഷൻ, ACE, സ്പോഞ്ചിയ ബ്രോമിയം ഇൻസ്പിരേഷൻ. ഇൻസ്പിരേഷൻ ഒരെണ്ണം കൂടി ഉണ്ട്, അസറ്റിക് ആസിഡ് ആണ്. സ്പോഞ്ചിയ അസറ്റിക് ആസിഡ് ബ്രോമിയം ഇൻസ്പിരേഷൻ. SABI എന്ന് ഓർത്താലും മതി, ഇല്ലെങ്കിൽ SBI എന്ന് ഓർക്കുക. ഓക്കെ, അക്കണൈറ്റിന്റെ വേറെ കുറച്ച് സിംറ്റംസ് കഫ് അറിയാമല്ലോ. കഫ് ഫ്രം ഡ്രൈ കോൾഡ് വിൻഡ്, ഡ്രാഫ്റ്റ്സ് ഓഫ് കോൾഡ് എയർ. ഓർക്കുന്നുണ്ടോ? ഓക്കെ, കഫ് വിത്ത് സോർനെസ് ഇൻ ചെസ്റ്റ്. സോർനെസ് ഇൻ ചെസ്റ്റ് പ്രധാനമായിട്ടും കോസ്റ്റിക്കമാണ്. ഓക്കെ, കോസ്റ്റിക്കം. ദെൻ ഇൻവോളണ്ടറി സ്പർട്ടിങ് ഓഫ് യൂറിൻ വൈൽ കഫിംഗ്. ഇൻവോളണ്ടറി spurting of urine while coughing. കുറെ മെഡിസിൻസ് ഉണ്ട്, പക്ഷെ പ്രധാനപ്പെട്ട മെഡിസിൻ ഇതുവരെ പറഞ്ഞില്ല. സ്ക്വില്ല കോസ്റ്റിക്കം പൾസാറ്റിലയാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട. നാട്രമോർ സ്ക്വില്ല പൾസാറ്റില വന്നിട്ടുണ്ട്. സ്ക്വില്ല ആണ് ഏറ്റവും പ്രധാനപ്പെട്ട മെഡിസിൻ. സ്ക്വില്ല കോസ്റ്റിക്കം പൾസാറ്റില. Then dry Sibylian cough like a sore. Spongia. Aggravation from change of air or room. Cough aggravation from change of air from room. Rheumax. ഉണ്ട്. Then spongia ഉണ്ട്. Phosphorus ഉണ്ട്. Change of room or change of air or room. Aggravation going from warm to cold air. Cough aggravation from going from warm to cold air. Phosphorus. Cough amelioration by eating. Cough amelioration by eating. ഇതൊക്കെ പെക്യൂലിയർ സിംറ്റംസ് ആയതുകൊണ്ടാണ്. സ്പോഞ്ചിയ ഒന്നുകൂടെ ഉണ്ട്. സ്പോഞ്ചിയ ഫെറമറ്റ് ആണ്. Spongia ferment, amelioration by eating. Cough aggravation lying with the head low. ഏതാണ്? സ്പോഞ്ചിയാണ് അതിന്റെ കീനോട്ട് മെഡിസിൻ. കീനോട്ടിൽ പറയുന്നത് സ്പോഞ്ചിയാണ്. Cough sputa must be swallowed, amelioration by cold water. Causticum. Cough sputa must be swallowed, amelioration by cold water. അതിന്റെ നേരെ ഓപ്പോസിറ്റ്, amelioration by hot water. Spongia. വേറെ ഏതാ പറഞ്ഞേ? സ്പോഞ്ചിയ തന്നെയാണ്. Amelioration eating or drinking warm drinks. Cough amelioration by eating or drinking warm
Spongia. 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 Cuff waking him at night, amelioration by passing flatus. Cuff Sanguinaria. Sanguinaria. സാങ്കുനേറിയേക്കാൾ പ്രധാനമായിട്ട് സ്പോഞ്ചിയാണ്. കഫ് only in daytime. Euphrasia. സ്പോഞ്ചിയ. ഹയോസിയാമസ് നൈറ്റ് ആണ്. എക്സസീവ് ലാക്രിമേഷൻ ഡ്യൂറിംഗ് കഫ്. Euphrasia. Cuff aggravation lying down. അതെ. ഡ്രോസീറ അല്ല, കോണിയമാണ്. കോണിയം ഹയോസിയാമസ്. അടുത്തത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പെയിൻ ഇൻ ഡിസ്റ്റന്റ് പാർട്സ് വൈൽ കഫിംഗ്. Capsicum. അതുപോലൊരു സിംറ്റം ആണ് പെയിൻ ഇൻ ബ്ലാഡർ ഓൺ കഫിംഗ്. അതും ക്യാപ്സിക്കം തന്നെയാണ്. Escape of pungent fetid air with the cough. Escape of pungent fetid air. Calicarb. Okay. Capsicum തന്നെയാണ്. Okay. Cough from dry spot in larynx. Cough from a dry spot. Conium. Cough from dry spot in throat. മറ്റേത് ലാരിങ്സ് ആണ്, ഇത് ത്രോട്ട് ആണ്. ആക്ടിയ റിസിമോസയാണത്. കഫ് ഫ്രം ഡ്രൈ സ്പോട്ട് ഇൻ ത്രോട്ട്. ഇത് നമ്മൾ ചിലപ്പോൾ റെപ്പർട്ടറി ഒക്കെ നോക്കുകയാണെങ്കിൽ കൂടുതൽ മെഡിസിൻസ് കാണാം, പക്ഷെ കീനോട്ടിലുള്ളതാണ് ഞാനൊന്ന് ഓടിച്ചു പറയുന്നത്. കഫ് വിത്ത് ഇച്ചിങ് ഇൻ ചെസ്റ്റ് ആൻഡ് ത്രോട്ട്. കഫ് വിത്ത് ഇച്ചിങ് ഇൻ ചെസ്റ്റ് ആൻഡ് ത്രോട്ട്. അയഡം. വീണ്ടും കോണിയം. അയഡം, കോണിയം. Dry hawking cough from tickling in the epiglottis. Dry hawking cough from tickling in the epiglottis. Rumex അല്ല, ഒരു അലർജി മെഡിസിൻ ആണ്. വൈറ്റിയ ആണത്. വൈറ്റിയക്കാണ് ഇച്ചിങ് ഇൻ ദ ത്രോട്ടും ഇച്ചിങ് ഇൻ എപ്പിഗ്ലോട്ടിസും നോസും എല്ലാം വരുന്നത്. കഫ് വിത്ത് ഗാർഗ്ലിംഗ് സൗണ്ട് ആസ് ഇഫ് വാട്ടർ ഈസ് pouring. Water is being poured. Whooping cough with the paroxysms of 3. Tanamet, cupramet. Whooping cough with the paroxysms of 3. Stanamet and cupramet. Cough with the sweetish, salty expectoration. Stanamet. Soreness with the cuff. Chest must be supported with hands. Soreness of the chest. Soreness with the cuff. Chest must be supported with the hands. Bryonia. Bryonia വരാം. എങ്കിലും ഇതേ സിംറ്റം പറയുന്നത് കുപ്രമെറ്റും സ്പോഞ്ചിയയിലുമാണ്. സോർനെസ് വിത്ത് കഫ്. ചെസ്റ്റ് മസ്റ്റ് ബി സപ്പോർട്ടഡ് വിത്ത് ഹാൻഡ്സ്. ബ്രയോണിയ അമലേഷൻ ബൈ റസ്റ്റ് എന്നുള്ള അമലേഷൻ ബൈ സ്ട്രോങ് പ്രഷർ എന്നുള്ള ആ സിംറ്റം വെച്ചിട്ട് ബ്രയോണിയ പറയാമെങ്കിലും ഇതേ സിംറ്റം പറയുന്നത് കുപ്രമെറ്റിലും സ്പോഞ്ചിയയിലുമാണ്. കഫ് വിത്ത് മച്ച് റാറ്റ്ലിംഗ് ഇൻ മ്യൂക്കസ് ബട്ട് നോ ചോക്കിംഗ്. ആന്റിടാറ്റിനകത്ത് ചോക്കിംഗ് ഉണ്ട്, ബട്ട് നോ എക്സ്പെക്ടേഷൻ ആണ്. കോസ് റാറ്റ്ലിംഗ്, നോ എക്സ്പെക്ടേഷൻ ആണ് ആന്റിടാറ്റ്. ഇത് മച്ച് റാറ്റ്ലിംഗ് ഇൻ മ്യൂക്കസ് ബട്ട് നോ ചോക്കിംഗ്. അവിടെ വിമ്മിഷ്ടമില്ല. പറഞ്ഞോ, ഏതെങ്കിലുമൊക്കെ കഫ് റെമഡി പറഞ്ഞോ. പക്ഷെ ബ്രോമിയമാണ് ഈ പെക്യൂലിയർ സിംറ്റം ഉള്ളത്. കഫ് വിത്ത് മച്ച് റാറ്റ്ലിംഗ് ഓഫ് മ്യൂക്കസ് ബട്ട് കഫ് കേൾക്കുമ്പോൾ ഒരു വീസിങ് റാറ്റ്ലിംഗ് സൗണ്ട് ഉണ്ട്, പക്ഷെ അല്ലാത്തപ്പോൾ ചോക്കിംഗ് ഇല്ല. പക്ഷെ ആന്റിടാറ്റിനകത്ത് അല്ലാത്തപ്പോഴും ആ കഫിന്റെ കൂടല്ല, അല്ലാതെയും ആ കോഴ്സ് റാറ്റ്ലിംഗ് ഉണ്ട്. അതാണ് കോഴ്സ് റാറ്റ്ലിംഗ്. പക്ഷെ എക്സ്പെക്ടേഷൻ പുറത്തേക്ക് വരുത്തില്ല. അതാണ് ആന്റിടാറ്റ്. കോഴ്സ് റാറ്റ്ലിംഗ് വിത്ത് നോ എക്സ്പെക്ടേഷൻ. കഫ് വിത്ത് paroxysms of 3 നമ്മൾ നേരത്തെ പറഞ്ഞു. സ്റ്റാനമെറ്റ്, കുപ്രമെറ്റ്. paroxysms of 2 പറഞ്ഞു. ഒന്നുകൂടെ പറയൂ. പൾസാറ്റിലെയും paroxysms of 2 ആണ്.
Cough after a fall from the height. Aconite. ഇരിക്കട്ടെ. ഓക്കെ, സമ്മതിച്ചു. മില്ലിഫോളിയം, കറക്റ്റ്. മില്ലിഫോളിയം ആണ് അതിന് പർട്ടിക്കുലർ ആയിട്ട് പറയുന്നത്. കൂട്ടത്തിൽ നമ്മുടെ ഫോളിന് ഉള്ള മെഡിസിൻ ആർണിക്കയുണ്ട്. കഫ് ആഫ്റ്റർ എ ഫോൾ ഫ്രം എ ഹൈറ്റ്, ആർണിക്ക, മില്ലിഫോളിയം. കഫ് ആഫ്റ്റർ സപ്രസ്ഡ് എക്സിമ. ആരോ പറയാൻ വന്നു, അത് തന്നെ. ഏതാണ്? സോറിനം തന്നെ. എന്താ ഈ അറയ്ക്കുന്ന എന്തിനാ? പറഞ്ഞോളൂ, ധൈര്യമായിട്ട് പറഞ്ഞോ. കഫ് ആൾട്ടർനേറ്റ് വിത്ത് സയാറ്റിക്ക. കഫ് ആൾട്ടർനേറ്റ് വിത്ത് സയാറ്റിക്ക. ഓക്കെ, ആരോ മെസ്സേജ് ചെയ്തിട്ടുണ്ട്, എനിക്ക് കൃത്യമായിട്ട് എല്ലാം കാണാൻ പറ്റുന്നില്ല. സ്റ്റഫി സക്രിയ, എസ് ആൻഡ്രോസ്. സ്റ്റഫി സക്രിയാണ് കഫ് ആൾട്ടർനേറ്റിംഗ് വിത്ത് സയാറ്റിക്ക. മിനിറ്റ് ഗൺ കഫ് ഡ്യൂറിംഗ് ഡേ ടൈം. മിനിറ്റ് ഗൺ കഫ് എന്ന് പറയുമ്പോൾ തന്നെ ഓക്കെ ഓക്കെ. കഫ് റിട്ടേൺസ് വിത്ത് എവരി കോൾഡ്. നേരത്തെ നമ്മൾ പറഞ്ഞെന്ന് തോന്നുന്നത് അല്ലേ? സാങ്കുനേറിയ. കഫ് വിത്ത് ഹെർബി ടേസ്റ്റ് ഇൻ സ്പ്യൂട്ട, ഹെർബി ടേസ്റ്റ് ഓഫ് സ്പ്യൂട്ട. കഫ് വിത്ത് ഹെർബി ടേസ്റ്റ് ഓഫ് സ്പ്യൂട്ട. ഹെർബി ടേസ്റ്റ് എന്താണെന്ന് അറിയായിരിക്കുമല്ലോ. ടേസ്റ്റിംഗ് ലൈക്ക് ഹെർബ്സ്, പച്ചിലയുടെ ഒക്കെ ഒരു ടേസ്റ്റ്. പറഞ്ഞോ, ആരും വരുന്നില്ല. ബൊറാക്സ് ആണ് മെഡിസിൻ. കഫ് വിത്ത് ഹെർബി ടേസ്റ്റ് ഓഫ് സ്പ്യൂട്ട, ബൊറാക്സ്. കഫ് ആപ്റ്റ് ബിഗിൻ ആൻഡ് എൻഡ് വിത്ത് മെൻസസ്. കഫ് ബിഗിനിങ് ആൻഡ് എൻഡിങ് വിത്ത്, പറഞ്ഞോ. അല്ല, മാക്കാർബിന് കേട്ടില്ല. ലാക്കനൈനം ആരെങ്കിലും പറഞ്ഞാണോ? ഞാൻ കേട്ടില്ല. ലാക്കനൈനം എന്നാണോ പറഞ്ഞേ? ലാക്കനൈനം തന്നെ കറക്റ്റ് ആണ്, ലാക്കനൈനമാണ്. കഫ് ആഫ്റ്റർ ബാത്തിങ് ഓർ കഫ് ആഫ്റ്റർ സ്റ്റാൻഡിങ് ഇൻ വാട്ടർ. കൽക്കേരിയ കാർബ്, ആന്റിക്രൂഡ്. കൽക്കേരിയ കാർബ് സമ്മതിച്ചു. ആന്റിക്രൂഡ് കഫ് ഉണ്ടാവും, ഓക്കെ. പക്ഷെ അതിനേക്കാൾ പ്രധാനമായിട്ട് കീനോട്ടിൽ പറയുന്ന ഒരു മെഡിസിൻ നക്സ് മോസ്കറ്റയാണ്. കഫ് ആഫ്റ്റർ ബാത്തിങ് സ്റ്റാൻഡിങ് ഇൻ വാട്ടർ, നക്സ് മോസ്കറ്റ. ക്രോണിക് കഫ് ഓഫ് ഇയേഴ്സ് ഇൻ ഡ്യൂറേഷൻ. ക്രോണിക് കഫ് ഓഫ് ഏതാണ്? സോറിനം. കഫ് ഡ്യൂറിങ് പ്രഗ്നൻസി കോമൺ സിംറ്റം ആണ്, പക്ഷെ മെഡിസിൻസ് ഏതൊക്കെയാണ്? കഫ് ഡ്യൂറിങ് പ്രഗ്നൻസി. ഒരു മെഡിസിനായി. ഒന്നുകൂടെ ഏതാണ്? ഏതാ? ഓക്കെ, അപ്പോസൈനമാണ്. അപ്പോസൈനത്തിനകത്തും ഉണ്ട്. കൊണിയന്മാർക്കാണ് പ്രധാനപ്പെട്ട മെഡിസിൻ. ക്രൂപ്പ്, ഹോഴ്സ്നെസ്, അമലറേഷൻ, ലൈയിങ് ഓൺ അബ്ഡമൻ. ലൈയിങ് ഓൺ അബ്ഡമൻ പറയുമ്പോൾ തന്നെ അറിയായിരിക്കും അത്. മെഡോറിനം, ഓക്കെ. കഫ് ഫോളോയിങ് മീസിൽസ് ഓർ സപ്രസ്ഡ് ഇന്റർമിറ്റൻസ്. കഫ് ഫോളോയിങ് മീസിൽസ് ഓർ സപ്രസ്ഡ് ഇന്റർമിറ്റൻസ്. രണ്ടും അല്ല. ഇപ്പിറ്റോറിയം ഫുൾഫോളിയസ് ഏതാണ്? പൾസാറ്റില്ല. ആഫ്റ്റർ മീസിൽസ് ഒക്കെയാണ്, പക്ഷെ അതിനേക്കാൾ പ്രധാനം ഇപ്പറ്റോറിയം പെർഫോളിയേറ്റം ആണ്. ക്യാൻസർ ഒക്കെ പറയുന്നുണ്ട്, എനിക്കറിയില്ല അതിനെപ്പറ്റി. കഫ് ലൂസ് ആഫ്റ്റർ ഈറ്റിംഗ്, ഡ്രൈ ആഫ്റ്റർ ഡ്രിങ്കിങ്. ഒരു
പെക്യുലിയർ സിംറ്റം ആണ്. കഫ് ലൂസ് ആഫ്റ്റർ ഈറ്റിംഗ്, ഡ്രൈ. ഫോസ്ഫറസ് മോസ്കെറ്റ. ഏതാണ്? ഫോസ്ഫറസ് അല്ല, നക്സ് മോസ്കെറ്റ. ഓക്കെ, നക്സ് മോസ്കെറ്റയ്ക്കാണ് അത് പറയുന്നത്. കഫ് ഫ്രം ടിക്ലിംഗ് ഇൻ ത്രോട്ട് ആസ് ഫ്രം ഡസ്റ്റ്. കഫ് ഫ്രം ടിക്ലിംഗ് ഇൻ ത്രോട്ട് ആസ് ഫ്രം ഡസ്റ്റ്. അമോണിയം കാർബ് ആണോ പറഞ്ഞത്? ആണെങ്കിൽ ഓക്കെ, അമോണിയം കാർബിലാണ് ആ സിംറ്റം, അമോണിയം കാർബ്. ഓക്കെ, നോസ് ബ്ലീഡ് വെൻ കഫിംഗ്. നോസ് ബ്ലീഡ് വെൻ കഫിംഗ്. ആരം ട്രഫില. ഏതാണ്? ആരം ട്രൈഫില. ഒരു ബ്ലീഡിംഗ് റെമഡി ആണോ? ഒന്ന് ഇപ്പിക്കാക്, 2 ഡ്രൊസീറ. ഓക്കെ, ഡ്രൊസീറ ആരോ? രജിഷ. ഓക്കെ, ഡ്രൊസീറ പറഞ്ഞിട്ടുണ്ട്. ഡ്രൊസീറ ഇപ്പിക്കാക് ആണ് നോസ് ബ്ലീഡ് വെൻ കഫിംഗ്. അടുത്തത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കഫ് വെൻ എനി പാർട്ട് ഓഫ് ദ ബോഡി ഈസ് അൺകവേർഡ്. പറയണ്ടല്ലോ, ആര് പറയുന്നില്ലേ? ഹെപ്പാർ സെൽഫ്. കഫ് വെൻ എനി പാർട്ട് ഓഫ് ദ ബോഡി അൺകവേർഡ്, ഹെപ്പാർ സെൽഫ്. Then whooping cough, aggravation, overheated, or in exposure to sun, or in warm room. Overheated, ആന്റി-ക്രൂഡ്. anti-crude. Okay. Cough with regular inhalation but sighing exhalation. Cough with regular inhalation. Exhalation is sighing exhalation. ഏതാണ്? പെക്യുലിയർ സിംറ്റം ആണ്. സാംബുക്കസ്. കഫ് ആഫ്റ്റർ വയലന്റ് എക്സേർഷൻ. അതുപോലെ അതിന്റെ തന്നെ വേറൊരു സിംറ്റം നമ്മൾ നേരത്തെ പറഞ്ഞു, കഫ് ആഫ്റ്റർ എ ഫോൾ ഫ്രം ഹൈറ്റ്. അത് തന്നെയാണ് ഇതും. ഞാൻ മെസ്സേജ് എല്ലാം കാണുന്നില്ല, അതുകൊണ്ടാണ്. മെസ്സേജ് ആരൊക്കെയോ മെസ്സേജ് ചെയ്യുന്നുണ്ട്. ഓക്കെ, കഫ് അഗ്രിവേഷൻ ലൈയിങ് ഓൺ ലെഫ്റ്റ് സൈഡ്. അതെല്ലാവർക്കും അറിയായിരിക്കും. കഫ് അഗ്രിവേഷൻ ലൈയിങ് ഓൺ ലെഫ്റ്റ് സൈഡ്. ഫോസ്ഫറസ് സ്പോഞ്ച്. യെസ്. കഫ് അതിന്റെ ഓപ്പോസിറ്റ്, കഫ് അഗ്രിവേഷൻ ലൈയിങ് ഓൺ റൈറ്റ് സൈഡ്. ബ്രയോണി ആണോ പറഞ്ഞേ? അല്ല, മെർക്കുറി. കറക്റ്റ്. കഫ് അഗ്രിവേഷൻ ലൈയിങ് ഓൺ ലെഫ്റ്റ് സൈഡ് ഫോസ്ഫറസ്, അഗ്രിവേഷൻ ലൈയിങ് ഓൺ റൈറ്റ് സൈഡ് മെർക്കുറി. ഡ്രൈ ഹാർഡ് കഫ് ഫോളോഡ് ബൈ ഹിമോപ്റ്റൈസിസ്. ഹിമോപ്റ്റൈസിന്റെ ഒരു കോമൺ മെഡിസിൻ ആണ്, റയർ മെഡിസിൻ ആണ്. ഏതാണ്? നമ്മൾ അത്ര കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെഡിസിൻ അല്ല, എങ്കിലും എപ്പോഴും പറയുന്ന അക്കാലിഫ ഇൻഡിക്കയാണത്. ഇനി ഒരു കുറച്ച് ഹെഡേക്ക് ഒന്ന് പറയാം. ഒത്തിരി സ്പീഡിലായി പോകുന്നു തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? ഓക്കെ, ഹെഡേക്ക് ആൾട്ടർനേറ്റ് വിത്ത് ലംബാഗോ. ഹലോ. Headache from above right eye to occiput. Right eye. ഇത് തിരിച്ചാണ്. Above right eye to occiput. പുറകോട്ടാണ് പോകുന്നത്. സാങ്കുലേറിയ സൈലീഷ്യ എല്ലാം റൈറ്റ് ഐയിലേക്ക് വരികയാണ് പുറകിൽ നിന്നും. ഇത് തിരിച്ചു പോവുകയാണ്, റൈറ്റ് ഐ തൊട്ട് ഓസിപ്യൂട്ടിലേക്കാണ്. കോമൺ നമ്മൾ കീനോട്ടിലുണ്ടോ സിംറ്റം? സാങ്കുനേറിയ സൈലീഷ്യക്കെല്ലാം പുറകിൽ നിന്നും തുടങ്ങി റൈറ്റ് ഐയിലേക്ക് സെറ്റിൽ ചെയ്യുന്ന ഹെഡേക്കും. യെസ്, ട്യൂബർകുലിനം. സാങ്കുനേറിയ സൈലീഷ്യ ഓസിപ്പിറ്റിൽ നിന്ന് തുടങ്ങി റൈറ്റ് ഐയിലേക്ക്
സെറ്റിൽ ചെയ്യുന്നു, സ്വൈജിയിലേക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് സെറ്റിൽ ചെയ്യുന്നു, ഈവൻ ഐറിസിൽ പോലും റൈറ്റ് സൈഡിലേക്കാണ് സെറ്റിൽ ചെയ്യുന്നത്. പക്ഷെ തിരിച്ച് റൈറ്റ് ഐയിൽ തുടങ്ങിയിട്ട് ഓസിപ്യൂട്ടിലേക്ക് സെറ്റിൽ ചെയ്യുന്ന ഹെഡേക്ക് ട്യൂബർകുലിനത്തിലാണ്. മറക്കണ്ട, റൈറ്റ് ഐ എന്ന് കണ്ടിട്ട് ഉടനെ സാങ്കുനേറിയ, സൈലീഷ്യ, ഐറിസ് ആ ലൈനിലേക്ക് പോകാതിരിക്കാം. Headache from nape and occiput extending to the spine. Headache from nape and occiput extending to the spine. ഏതാണ്? Yes, medorinum. Headache location in one eye, especially right Silicea sanguinaria, left eye spigelia. Headache in place of menses. എല്ലാവർക്കും അറിയാവുന്നതാ. ക്രിയോസോട്ടം സെറ്റിയ. ഏതാണ്? ക്രിയോസോട്ടം സെറ്റിയ. Headache in place of menses ഉണ്ടോ? സെപ്പിയയിലുണ്ടോ? ക്ലോണോയിൻ. Okay. Headache of drunkards. പറഞ്ഞു, ധൈര്യമായിട്ട് പറഞ്ഞു. അഗാരിക്കസ്. Headache of drunkards, agaricus. Headache preceded by black spots or rings before eyes. Headache preceded by black spots or rings before eyes. Physotic. ഏതാണ്? Physotic. അതല്ല മെഡിസിൻ, വേറെ അതുണ്ടോന്ന് എനിക്ക് അറിയത്തില്ല. ഏതാ മെഡിസിൻ? ഞാൻ ശരിക്കും കേട്ടതുമില്ല. ഏതാണ്? ഫൈക്കസ്. അറിയില്ല. ഫൈക്കസിന് അങ്ങനെ ഉണ്ടോന്ന് എനിക്ക് അറിയില്ല. മെഡിസിൻ സോറിനമാണ്. ഹെഡേക്ക് പ്രീസീഡഡ് ബൈ ബ്ലൈൻഡ്നെസ് അറിയായിരിക്കുമല്ലോ. ഓക്കെ. Then memory difficult, arithmetical calculations difficult. ഏതാണ് മെഡിസിൻ? Syphilinum. Okay. Con recollect has to read the sentence twice before he can comprehend. Con recollect. ഏതാണ്? അഗാരിക്കസ് അല്ല, അതിനടുത്ത് വരുന്ന മെഡിസിൻ ആണ്. ആഗ്നസ് കാക്ടസ് ആണ്. അത് വെച്ചിട്ടാണ് അഗാരിക്കസ് പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായി. കാര്യം രണ്ടും അടുത്തടുത്ത് വരുന്ന മെഡിസിൻസ് ആണ്. Can't remember the names of books. അല്ല, അതുപോലെ ഒരു നൊസോഡാണ്. ഓ, നൊസോഡാണെന്ന് ഞാൻ പറഞ്ഞില്ലേ. ലാക്കനൈന നൊസോഡൊന്നും അല്ലല്ലോ. Syphilinum. Can't remember names of persons. Medorinum. Again syphilinum ഉണ്ടത്. Can't remember the names of places. അതും സിഫിലിനുമാണ് പറയുന്നത്. Constantly loses the thread of conversation. Medorinum. Loss of memory, forgets how to talk. Absent-minded, has to be told the work before they could speak it. Medorinum. ഒന്നുകൂടെ പറ. കാലിബ്രോം ആണോ? അതെ, ഒന്ന് കാലിബ്രോം ആണ്. ഒരു മെഡിസിനോടുണ്ട്, ഒരു മെമ്മറി പ്രശ്നമുള്ള ഒരു മെഡിസിനോടുണ്ട്. അനാകാർഡിയ ഉണ്ടെന്ന്. Makes purchases and walks away without them. ഒന്നുകൂടെ ഉണ്ട്. അനാകാർഡിയം അല്ല. അനാകാർഡിയത്തിന് കുറെ ഫോർഗറ്റ്ഫുൾനെസ് ഉണ്ട്. ആഗ്നസും അല്ല. കോസ്റ്റിക്കമാണ്. മേക്സ് പർച്ചേസസ് ആൻഡ് വാക്സ് അവേ വിതൗട്ട് ദം. ആരോ കോസ്റ്റിക്കം? സെരിൻ. ഓക്കെ, കോസ്റ്റിക്കം ഇട്ടിട്ടുണ്ട്. സ്ലോ പെർസെപ്ഷൻ. പെർസീവ് ചെയ്യുന്നത് വളരെ സ്ലോ ആയിട്ടാണ്.
ബെരേറ്റ കാർബിനൊക്കെ ഉണ്ട്, പക്ഷെ ഒരു അത്ര കോമൺ അല്ലാത്തൊരു മെഡിസിനാണ്. നമ്മൾ മെമ്മറി പ്രശ്നങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാത്തൊരു മെഡിസിനാണ്. സ്ലോ ഇൻ പെർസെപ്ഷൻ. പ്ലംബം മെറ്റായിരിക്കുമാണ്. സഡൻ ലോസ് ഓഫ് മെമ്മറി, എവറിഥിങ് സീംസ് ടു ബി ഇൻ എ ഡ്രീം. കീനോട്ടിൽ തന്നെ ഉള്ള വാചകമാണ്. സഡൻ ലോസ് ഓഫ് മെമ്മറി, എവറിഥിങ് സീംസ് ടു ബി ഇൻ എ ഡ്രീം. ഏതാണ്? യെസ്, രജിഷ അനാക്കാഡിയം മെസ്സേജ് ചെയ്തിരിക്കുന്നു. അനാക്കാഡിയം തന്നെയാണ്. വെരി ഫർഗറ്റ്ഫുൾ ഇൻ ബിസിനസ്, ബട്ട് ഡ്യൂറിംഗ് സ്ലീപ് ഡ്രീംസ് ഓഫ് വാട്ട് ഹി ഹാഡ് ഫോർഗോട്ടൺ. സെലീനിയം. ഓക്കെ. ഇങ്ങനെയുള്ള ചില ഈ പറഞ്ഞതുപോലെ ഇതുപോലെയുള്ള ചില പെക്യൂലിയർ സിംറ്റംസ് എപ്പോഴും ചോദിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. വെരി ഫോർഗറ്റ്ഫുൾ, ഫോർഗെറ്റ്സ് ഹിസ് ലാസ്റ്റ് വേർഡ് ആൻഡ് ഐഡിയാസ്, ബിഗിൻസ് എ സെന്റൻസ് ബട്ട് ഫോർഗെറ്റ്സ് വാട്ട് ഹി ഇന്റൻസ് ടു സ്പീക്ക്. ഇതിനകത്ത് നിങ്ങൾ വായിച്ചിട്ടുള്ളതായിരിക്കും. ലാക്കനൈനോ അല്ല, അതുപോലെ കനാബിസ് ഇൻഡിക്ക. വീക്ക് മെമ്മറി, അൺഏബിൾ ടു ഫൈൻഡ് പ്രോപ്പർ വേർഡ്. ഈ പറഞ്ഞ മെഡിസിൻസ് ഒക്കെ വരും അതിനകത്ത്. 2-3 ഉണ്ട്. ലാക്കനൈനം, അനാക്കാഡിയം, മുമ്പേ പറഞ്ഞ സ്ലോ പെർസെപ്ഷൻ പറഞ്ഞ പ്ലംബം മറ്റും വരും. Weakness of memory, uses wrong words, does not recognize well-known streets. Ex mosqueta. ഓർക്കുന്നുണ്ടായിരിക്കുമല്ലോ കീനോട്ടില. Absence of mind, can't think, great indifference to everything. Acid force. അല്ല, ഈ പറഞ്ഞ എക്സ് മോസ്കറ്റയ്ക്ക് തന്നെയാണതും. അടുത്ത ഒരു കീനോട്ട് സിംറ്റം ആണ്. ആബ്സെന്റ് മൈൻഡഡ്, ഫോർഗെറ്റ്സ് ഹൗ ടു ടോക്ക്, ഹാസ് ടു ബി ടോൾഡ് ദ വേർഡ് ബിഫോർ ഹി ക്യാൻ സ്പീക്ക് ഇറ്റ്. അനാക്കാഡിയം. ഒരെണ്ണം കൂടെ ഉണ്ട്, ഏതാണ്ട് ഇതേ സിംറ്റം. കാലിബ്രോം. യെസ്, കാലിബ്രോം. മെസ്സേജ് ചെയ്യുന്ന ചിലതൊക്കെ കാണുന്നുള്ളൂ കേട്ടോ, അതുകൊണ്ടാണ്. വളരെ കോമൺ, നിങ്ങൾക്ക് അറിയാവുന്ന ഒരു മെഡിസിൻ എന്തായാലും നിങ്ങൾ അതിനകത്ത് പറയും. ഓക്വേർഡ്, ഇൻക്ലൈൻ ടു ഡ്രോപ്പ് തിങ്സ് ഫ്രം ഹാൻഡ്സ്. നാട്രമ്യൂർ. ഓക്കെ, എപ്പിസ് ബോവിസ്റ്റ നാട്രമ്യൂർ ആണ്. ഇൻക്ലൈൻ ടു ഡ്രോപ്പ് തിങ്സ് ഫ്രം ഹാൻഡ്സ്. Can't spell correctly, wonders how a well-known name is spelled. ഈ നോട്ടിലെ അതേ വാചകമാണ്. Can't spell correctly, wonders how a well-known name is spelled. In writing, uses too many words or not the right ones. In writing, uses too many words. ഏതാണ്? മെഡോറിനം അല്ല, ലാക്കനൈനമാണ്. ഇന്റലക്ച്വൽ ടോർപ്പർ, ഗ്രാജുവലി ഇൻക്രീസിംഗ് അപ്പതി. ഇന്റലക്ച്വൽ ടോർപ്പർ, ഗ്രാജുവലി ആസിഡ് ഫോഴ്സിനകത്ത് ഇതേ സിംറ്റം ഉണ്ട്. ഗ്രാജുവലി ഇൻക്രീസിംഗ് അപ്പതി. ഇൻ ഫീവർ ആണെങ്കിൽ ആസിഡ് ഫോഴ്സ് ആണ്. ഫീവർ അല്ലെങ്കിൽ എന്റെ വോയിസ് ആണോ ബ്രേക്ക് ആകുന്നു എന്ന് മെസ്സേജ് ഇട്ടേക്കുന്നേ? ഞാൻ വൈഫൈ അടുത്ത് തന്നെ ഇരുന്നാണ് സംസാരിക്കുന്നത്. എനിക്കറിയില്ല വോയിസ് ബ്രേക്ക് ആകുന്നു എന്ന് ആരോ മെസ്സേജ് ഇട്ടേക്കുന്നു. ഓക്കെ. ഇന്റലക്ച്വൽ ടോർച്ചർ, ഗ്രാജുവലി ഇൻക്രീസിംഗ് അപ്പതി. ഇൻ ഫീവർ ആണെങ്കിൽ ആസിഡ് ഫോഴ്സ് ആണ്. ഇൻ ഫീവർ അല്ലെങ്കിൽ ഇന്റലക്ച്വൽ ടോർച്ചർ, ഗ്രാജുവലി ഇൻക്രീസിംഗ് അപ്പതി, പ്ലംബം മെറ്റാണ്. ഇനി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന സിംറ്റം ആണ്. ഇറസിസ്റ്റിബിൾ ഡിസയർ ടു കർസ് ആൻഡ് സ്വിയർ. ഉണ്ട്, പറഞ്ഞോളൂ. കുറെ ഉണ്ട്. ഉണ്ട്, ലാക്കനൈനുണ്ട്, പിന്നെ ലിലിയൻറ്റിക് ഉണ്ട്. ലാസ്റ്റ് ഒരെണ്ണം ഇപ്പൊ ആരോ പറഞ്ഞത് നൈട്രിക് ആസിഡ് ഉണ്ട്. ഇറസിസ്റ്റിബിൾ ഡിസയർ ടു കർസ് ആൻഡ് സ്വിയർ, അനാക്കാഡിയം, ലാക്കനൈനം, ലിലിയൻറ്റിക്, നൈട്രിക് ആസിഡ്. അതുപോലെ തന്നെ പ്രേയിങ്
entreating, breaching ഒക്കെ ഉള്ളത്. Praying, Tramonium. stramonium. Unwilling to answer questions, but from obstinacy and inaptness. Unwilling to answer. ഏതാണ്? ഒരു സം ആസിഡ് എന്ന് എഴുതിയിട്ടുണ്ട്. സൾഫ്യൂരിക് ആസിഡ് ആയിരിക്കും ഉദ്ദേശിച്ചിരിക്കുന്നത്. യെസ്, സൾഫ്യൂരിക് ആസിഡ് തന്നെയാണ്. സൾഫ്യൂരിക് ആസിഡ്. ഓക്കെ. വാണ്ട്സ് ടു പ്രേ കണ്ടിന്യൂലി. വാണ്ട്സ് ടു പ്രേ കണ്ടിന്യൂലി. അമോണിയ അല്ലത്. അത്ര നമ്മൾ കോമൺ ആയിട്ട് കേൾക്കാത്തൊരു സംഭവമാണെങ്കിലും വളരെ കോമൺ മെഡിസിൻ ആണ്. ലൈക്കോപോഡിയം ആണ്. വാണ്ട്സ് ടു പ്രേ കണ്ടിന്യൂലി, ലൈക്കോപോഡിയം. ഓക്കെ. Aimless, hurried motion, desires to do things in a hurried manner. It has no ambition. Lilium tigrinum. Sorry, mic mute ആയിരുന്നു. Hasty eating and drinking. Hepar bryonia. പറഞ്ഞോളൂ. ഹെപ്പാർ ഓക്കെ ആണ്. ബ്രയോണി അല്ല. ബ്രയോണിയുടെ തൊട്ടടുത്ത് വരുന്ന ആളാണ്. മെർക്കുറി അല്ല. ബെൽഡോണയാണ്. ഇനി ഒന്നുകൂടെ ഉണ്ടോ? ഹേസ്റ്റി ഈറ്റിംഗ് ആൻഡ് ഡ്രിങ്ക്, കോഫിയ, ബെലഡോണ, ഹെപ്പാർ. Hurried, variable mode, better as day advances. കേട്ടില്ലേ ഞാൻ പറഞ്ഞത്? Hurried, variable mode, better as day advances. Yes, alumina. Is in a great hurry. Everything must be done quickly. Is in a great hurry. പോരാ. അല്ല. അതും അല്ല. ആസിഡ് സൾഫ്. ഡോക്ടർ രജിഷ മെസ്സേജ് ചെയ്തിരിക്കുന്നു. ആസിഡ് സൾഫാണോ? Is in a great hurry when doing anything. Is in such a hurry that gets fatigued. Few seconds seems ages. ആ ലാസ്റ്റ് വാചകം വെച്ച് എന്തായാലും നിങ്ങൾ പിടിക്കും. Okay. Time passes slowly. Is always hurried. Wants to do things in a hurry. Arjuna nitricum. Passes too quickly. വേഗം പറ. Coculus. Theridion. Cannabis indica നേരെ തിരിച്ചാണ്. തിരിഞ്ഞു പോകരുത്. Cannabis indica time passes too slowly ആണ്. Time passes too slowly. Too quickly രണ്ടെണ്ണേ ഉള്ളൂ. Coculus-ഉം Theridion-ഉം. Too slowly പറയൂ. Alumina. Medorinum. Nux moscata. Medorinum, Nux moscata. Cannabis indica, alumina, mus moscata. Arjuna nitricum. Okay. Uneasy, hurried, great desire for mental and physical activity, can't do things fast enough. Uneasy. ഏതാണ്? Ormet. Yes, അത് തന്നെയാണ്. Can't speak without weeping. Tuja. വലിയൊരു വീപ്പിങ്ങിന്റെ ഒന്നുമില്ല. Can't speak without weeping. Medorinum. Fits of uncontrollable weeping and profound melancholic delusions. Fits of uncontrollable weeping and profound melancholic delusions. അംബ്രാഗീസിയ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അടുത്ത മെഡിസിൻ കാലിബ്രോം. ഓക്കെ, കാലിബ്രോം.
great sadness sits for days weeping. Sits with weeping for days. Ambragracia. Ambragesia okay ആണ്. Chanamet അത്ര പ്രോമിനന്റ് അല്ല. ആന്റിങ്ക്രൂഡ് ആണ് വേറൊരു മെഡിസിൻ. ലൈവ്ലി മ്യൂസിക് മേക്സ് ഹർ സാഡ്. എല്ലാവർക്കും അറിയായിരിക്കും. ലൈവ്ലി മ്യൂസിക് മേക്സ് ഹർ സാഡ്. അക്കണൈറ്റ്. ആ സബൈന. സബൈനക്കകത്ത് മ്യൂസിക് ഈസ് ഇൻടോളറബിൾ ആണ്. ഇവിടെ മേക്സ് ഹർ സാഡ് നാട്രം സെൽഫും അക്കണൈറ്റും ആണ്. മ്യൂസിക് ഈസ് ഇൻടോളറബിൾ, പ്രൊഡ്യൂസസ് നെർവസ്നെസ്, ഗോസ് ത്രൂ ബോൺ ആൻഡ് മാരോ എന്നൊക്കെ പറയുന്നതാണ് ഏതാണ്? സബൈന. മ്യൂസിക് ഈസ് ഇൻടോളറബിൾ, പ്രൊഡ്യൂസസ് നെർവസ്നെസ്, മ്യൂസിക് ഗോസ് ത്രൂ ബോൺ ആൻഡ് മാരോ, അതാണ് സബൈന. മറ്റേത് ലൈവ്ലി മ്യൂസിക് മേക്സ് ഹർ സാഡ് ആണെങ്കിൽ അത് അക്കണൈറ്റ് നാട്രം സെൽഫ് ആണ്. ഇനി മ്യൂസിക് അതെ ഓക്കെ സോറി നാട്രം കാർബ് നാട്രം സെൽഫ് അല്ല, നാട്രം കാർബ്. യെസ്. മ്യൂസിക് മേക്സ് ഹർ വീപ്പ് ഏതാണ്? പറയൂ. പൂജ. ഗ്രാഫൈറ്റിസ്. സരിക സരിൻ മെസ്സേജ് ചെയ്തിട്ടുണ്ട്, ഞാൻ കണ്ടു. പ്രൊഫൈൻ ഡിപ്രഷൻ ഓഫ് സ്പിരിറ്റ് ക്യാൻ ഹാർഡ്ലി അവോയ്ഡ് വീപ്പിംഗ്. Profound depression of spirit can hardly avoid weeping. ഫോർമറ്റിനകത്ത് അങ്ങനെ ഒരു ലീലിയൻ ടിക് ആണ്. യെസ്, ലീലിയൻ ടിക് ആണ്. പ്രൊഫൗണ്ട് ഡിപ്രഷൻ ഓഫ് സ്പിരിറ്റ് ക്യാൻ ഹാർഡ്ലി അവോയ്ഡ് വീപ്പിംഗ്. സാഡ് ഡെസ്പോണ്ടന്റ് ഫീൽസ് ലൈക്ക് ക്രൈയിങ് ഓൾ ദ ടൈം, ബട്ട് ക്രൈയിങ് മേക്സ് ഹർ വേഴ്സ്. Crying makes her worse. നാട്രമ്യൂറിനകത്ത് ആ സിംറ്റം ഉണ്ട്, പക്ഷെ ടാനമെറ്റ് ആണ്. Weeps all the time, can't calm herself, very sensitive. ലാസ്റ്റ് സെന്റൻസ് വായിക്കുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് പറയും. ഈവൻ ക്രൈസ് വെൻ താങ്ക്ഡ്. Okay. Weeps easily, almost impossible to detail her ailments without weeping. Weeps easily, almost impossible to detail her ailments without weeping. മെഡോറിനത്തിന് ഒരു സാധ്യതയുണ്ട്, അതുപോലെ പൾസാറ്റില്ല. പിന്നെ സെപ്പിയക്കകത്തില്ല. യെസ്, കമോമില്ല. രജിഷ, കമോമില്ല. Weeps easily, consolation, aggravation. ലീലിയൻ ടിക്കിനകത്ത് അങ്ങനെ ഒരു കൺസലേഷൻ അഗ്രിവേഷൻ ഉണ്ടോ? കൺസലേഷൻ അമലറേഷൻ ഏതൊക്കെയാണെങ്കിൽ കൺസലേഷൻ അഗ്രിവേഷൻ സെപ്പിയ, സൈലീഷ്യ, ഹെലിബോറസ് ആണ്. Vertigo ascending from back to neck to head as if one would fall forward. Vertigo feels as if falls forward. Silesia. Every sound seems to penetrate through the whole body, covering no. Vertigo from least noise. Ceridion ഉണ്ട്, തൂജ ഉണ്ട്. Vertigo on closing the eyes. Opening the eyes. From looking upwards.
Silesia. Pulsatilla Silesia. Pulsatilla Silesia tabacum. From looking downwards, Calmia Spigelia. Calmia spigelia. On rising, vertigo on rising. Conium. Petroleum. Petroleum, belladonna, rustox. Vertigo on seeing flowing water. എല്ലാവർക്കും അറിയാവുന്നതാണ്. Yes. Vertigo when lying down or turning in bed. Conium. Conium. Vertigo when moving slowly, but not when taking violent exercise. Moving slowly, vertigo ഉണ്ടാകും. Millifolium. Vertigo when rising from bed, feels faint when rising from Bryonia ഒന്നുകൂടെ ഉണ്ടോ? Phytolacca bryonia when rising from bed feels fine. When standing or walking, worse on lying down. Vertigo when standing or walking, worse on lying down. Rustox, yes, rustox. Vertigo when stooping or when rising from stooping. Vertigo, belladonna, bryonia, okay. Rustox ഉണ്ടത്. Cold sweat and forehead. Veratrum. Veratrum ആണോ? Veratrum alb. Coldness of vertex with headache. Coldness of vertex. Sepia. ഒന്നുകൂടെ. Sepia veratrum alb. Congestion, especially of base of brain. Veratrum. Yes. Heat of vertex. Sulfur Graphitis. calcarea. Okay. ഒരു മിനിറ്റ്. ബാക്കി ഇരിക്കട്ടോ. നമുക്കൊരു അപ്പൊ ഇന്നത്തേക്ക് ഒരു ബ്രേക്ക് എടുക്കാം. കാര്യം ഇന്നത്തെ എനിക്കൊന്നുണ്ട് പേഷ്യൻസ് വെയിറ്റ് ചെയ്യുന്നുണ്ട്, കുറച്ച് നേരമായിട്ട് വെയിറ്റ് ചെയ്യുന്നവരാണ്. കുറച്ചുകൂടെ ഇനി പറയാനുണ്ടായിരുന്നു. ഞാൻ അടുത്തൊരു ദിവസം ക്ലാസ്സിനിടയിൽ നമുക്ക് ഒരു ചെറിയ ബ്രേക്ക് എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ഗ്യാപ്പ് എടുക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ പറയാം. ഓക്കെ. Okay, sir. Thank you. ഞാൻ കഫും കുറച്ച് ഹെഡേക്കും ആദ്യം പറഞ്ഞ കുറെ എണ്ണം അതിന്റെ PDF ഞാൻ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ അത് ഗ്രൂപ്പിലേക്ക് ഇട്ടേക്കാം. നിങ്ങൾക്കത് യൂസ്ഫുൾ ആകുമായിരിക്കും. പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ബാക്കി ഇടയ്ക്ക് ഇതുപോലെ എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ നമുക്ക് സംസാരിക്കാം. ഓക്കെ, താങ്ക് യു ആൾ.